ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ തെരണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് വൃത്തിയാക്കി കറി വെക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കാണണം. നമുക്ക് അത് വൃത്തിയാക്കാം. അതിനി ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഈ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചണ്ടി കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കുന്നത്. നല്ല തൊലി ഇരിക്കുമല്ല. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ചെറിയ തെരണ്ടി. നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടാം. തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. കൈകൊള്ളാതെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നല്ലതുപോലെ പിച്ചാത്തി വെച്ച് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. വെള്ളത്തിലോട്ടൊന്ന് മുക്കി അഴുക്ക് ചൂടുണ്ട് അഴുക്ക് കളഞ്ഞിട്ട് നല്ലപോലെ ചിരണ്ടി ഇതിൻ്റെ പുറത്തെ കറുത്ത കളറ് കളയണം. മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പരപരാന്നുള്ളൊരു സംഭവമായി. ഇത്രയും വൃത്തിയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കറുത്ത അഴുക്കിരിപ്പുണ്ട്. അതിനോടൊന്ന് ചിരണ്ടി വൃത്തിയാക്കാം. കണ്ണിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അകം പുറം എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്നാണ് അത് വൃത്തിയാക്കി എടുക്കാന്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ കഷ്ണമാക്കി എടുക്കാം. നമുക്കിനി കട്ട് ചെയ്യാതെ ഇതിനകത്ത് വേസ്റ്റ് ഒക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് കളയണം. അത് എന്താ വേസ്റ്റ് ഉണ്ടോ? ഈ വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം. ഇത് എൻ്റെ കരളാണേ. എന്താ കരൾ കണ്ടോ? നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. കരളെടുക്കാം. കണ്ടോ? ഇതായിട്ടാ കട്ട് ചെയ്യുന്നത്. ഇത് മുള്ളൊക്കെ തിന്നാൻ നല്ല രസം. ഇത്രയായിട്ട് പോരെ. അടുത്ത നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാതെ ഒന്നുകൂടെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിടുക. കണ്ട തലയുടെ ഭാഗമാണ്. കൂടെ മുറിക്കാം. കണ്ണെടുത്ത് കളട്ടെ. ഇത് കണ്ണ് നമുക്കെടുത്ത് കളയാൻ ഒരു കണ്ണുകളുണ്ട്. ഇതൊന്നുകൂടെ മുറിക്കാം. ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വൃത്തിയാക്കി വെച്ച് ഇനി നമുക്കിത് കറി വെക്കുന്നതാണ്.
നമ്മള് തെരണ്ടിക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചട്ടിയൊക്കെ വെച്ച്, ചട്ടി ഞാനാ വെക്കുന്നത്, അമ്മ തീ കത്തിക്കുന്നു. കത്തിക്കട്ടെ. അമ്മയമ്മ അടുപ്പിലേക്ക് തീ കത്തിക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിക്ക, തേങ്ങാക്കൊത്ത്. ചൂടായമ്മ വെള്ളം തട്ടും. അമ്മ വെളിച്ചെണ്ണ ഒഴിക്കുക. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ തിളച്ചിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ആദ്യം ഇടാം. ഇത് കഴിഞ്ഞ് വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ചുമക്കും, ചെറിയൊരു ചുമപ്പ് വരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയൊന്ന് ചുമക്കട്ടെ. ഇട്ടു. പച്ചമുളക് ഇട്ട് ഞാൻ ഇറക്കി കൊടുക്കണം. ഇടാം. ചെറിയൊരു ബ്രൗൺ കളർ, ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്ക് ഇടാം. തക്കാളിക്ക് ഇടാം. തക്കാളിക്ക് ഇട്ട് ഇനി അതൊന്ന് വഴണ്ട് വരണം. അത് നല്ലപോലെ ഒന്ന് വെന്ത് നല്ലപോലെ വഴണ്ട് വന്നിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. ഇനി മുളക് പൊടി, മല്ലിപ്പൊടിയാണ് അതിൻ്റെ മിക്സ് ചെയ്ത്. മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഇളക്കണം. ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പരുവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, തോട്ടുപുളി, ഉപ്പുനീര് ഒഴിച്ചു. ഉലുവപ്പൊടി, പുളി ഇട്ടു. ഇനി ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി അത് മതി. ഉലുവപ്പൊടി ഇട്ട് ഇനി നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തെരണ്ടി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇടണം. അടച്ചു വെച്ച് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് തെരണ്ടി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇടാം. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കറിവേപ്പിലയിട്ട് നമുക്ക് എടുക്കാം. അടപ്പ് തുറന്ന് നമുക്ക് റെഡിയായോ നോക്കാം. ഇച്ചിരൂടെ പറ്റാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ നല്ലൊരു ടേസ്റ്റ് ഒക്കെ. ഞാനും ഓമനയമ്മ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. കുറച്ചെടുത്തിട്ട് നോക്കിക്കോ.
കഴിച്ചു നോക്ക്. നല്ല ചൂടുണ്ടേ. ചൂട്. തേങ്ങാക്കൊത്ത് കഴിച്ച കൊള്ളാം. നല്ല കരണ്ടിക്കറിയാ. കൊള്ളാം. നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ. സീ യു.